ഹേ മച്ചന്മാരെ, അങ്ങനെ നമ്മുടെ ഗെയിമിലേക്ക് പുതിയ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ഗെയിമിലേക്ക് പുതിയൊരു ആർമി ജീപ്പും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട്. ഈ ആർമി ജീപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്, ഇതിൻ്റെ ചിപ്പ് കോഡും കാര്യങ്ങളും എന്താണെന്ന് പറഞ്ഞു തരുന്നതാണ്. അതുപോലെ നമ്മുടെ ഗെയിമിലേക്ക് പുതിയ വീടിനകത്ത് ബെൻറ്റൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ബെൻറ്റൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ എങ്ങനെ ആഡ് ചെയ്ത വീടും കാര്യങ്ങളൊക്കെ എങ്ങനെ കിട്ടുന്നത് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർ ഇതുവരെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ആർമി ജീപ്പും കാര്യങ്ങളും ഇതിൻ്റെ ചിപ്പ് കോഡും കാര്യങ്ങളും എന്താണെന്ന് പറയുന്നതായിരിക്കും. അതിന് മുമ്പായിട്ട് നമ്മുടെ ഗെയിമിൻ്റെ അകത്തോട്ട് പുതിയ ബെൻറ്റൻ്റെ ഹൗസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഈ ബെൻറ്റൻ്റെ വീടും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അതുപോലെ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുള്ളായിട്ട് വാച്ച് ചെയ്താൽ ഈ ബെൻറ്റൻ്റെ വീടും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന രീതി കാര്യങ്ങളൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ വാട്സപ്പ് ചാനലിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുത്തേക്കാം. അവിടെ നിങ്ങൾക്ക് ലിങ്ക് കാര്യങ്ങളൊക്കെ കോപ്പി ചെയ്താൽ മതി. കോപ്പി ചെയ്തതിന് ശേഷം ഗെയിമിൻ്റെ അകത്തുനിന്ന് ശേഷം മോഡ് സ്ലോട്ടും കാര്യങ്ങളും എടുത്തതിന് ശേഷം അവിടെ നിങ്ങൾക്ക് ബെൻറ്റൺ എന്ന് ടൈപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ ബെൻറ്റൺ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ബാക്കോ അതിന് ശേഷം പ്ലേ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്ലേ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ നേരെ ഗെയിമിൻ്റെ അകത്തോട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ ഗെയിമിൻ്റെ അകത്തോട്ട് പോയതിന് ശേഷമാണ് ബാക്കി പരിപാടി കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഗെയിമിൻ്റെ അകത്ത് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ പുറത്തോട്ട് ഇറങ്ങേണ്ടതാണ്. എന്നിട്ട് ഇൻ്റർനെറ്റിൻ്റെ ഓപ്ഷൻ കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ പേസ് ബട്ടൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പേസ് ബട്ടൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ നെറ്റും കാര്യങ്ങളും ഓൺ ആണോ ശ്രദ്ധിക്കേണ്ടതാണ്. നെറ്റ് ഓൺ അല്ലെങ്കിൽ നെറ്റ് ഓൺ ആക്കേണ്ടതാണ്. ഞാനിവിടെ നെറ്റും കാര്യങ്ങളൊക്കെ ഓൺ ആക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ചുകൂടെ അങ്ങോട്ട് നീങ്ങിയതിന് ശേഷം ഒരു 5-10 സെക്കൻഡ് വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ പേസ് ബട്ടൺ കൊടുക്കുന്നത്. കാരണം നെറ്റ് കാര്യങ്ങൾ നമ്മുടെ ഗെയിമിലേക്ക് ഒന്ന് കണക്റ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പം അതിന് ശേഷമാണ് ഞാനിവിടെ പേസ് ബട്ടൺ കാര്യങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ പേസ് ബട്ടൺ കൊടുക്കുന്നതൊക്കെ പ്ലീസ് വെയിറ്റ് എന്ന് പറഞ്ഞ് എഴുതി കാണിക്കുന്നുണ്ട്. ഒരു 5-10 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ ഇവിടെ ഫയലും കാര്യങ്ങളും ലോഡഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെറ്റിൻ്റെ ആവശ്യമില്ല. നെറ്റ് ഇനി ഓഫ് ചെയ്തേക്കാം. ഞാൻ ഇവിടെ നെറ്റ് ഓഫ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം. ഗെയിം റീസ്റ്റാർട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കായിരിക്കും നമ്മുടെ ബെൻറ്റൻ്റെ ഹൗസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഗെയിം റീസ്റ്റാർട്ട് ചെയ്ത് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ബെൻറ്റൻ്റെ പടവും കാര്യങ്ങളൊക്കെ നമ്മുടെ വീടിൻ്റെ സൈഡിലും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബെൻറ്റൻ്റെ ഹൗസും കാര്യങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ഇന്നലത്തെ കുറേ പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് സ്റ്റിക്കർ വെച്ച് വേറെ വല്ലതും ഗുണങ്ങളുണ്ടോ എന്ന് കുറേ പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിനുള്ളൊരു എക്സാമ്പിളാണ് ഇത്. നമുക്ക് വീടിനകത്ത് നമുക്കിപ്പം ഇങ്ങനത്തെ ഒരു ഐറ്റംസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളും നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും വാട്സപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലിങ്ക് കോപ്പി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ നേരെ എൻ്റെ വാട്സപ്പ് ചാനലിൽ പോവുക. വാട്സപ്പ് ചാനലിൽ പോയതിന് ശേഷം അവിടെ ഇതിൻ്റെ ലിങ്ക് കിടപ്പുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ലിങ്ക് കാര്യങ്ങളൊക്കെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കോപ്പി ഓപ്പൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. അതിൽ കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങൾ ഗെയിമിൻ്റെ അകത്തോട്ട് വന്നിട്ട് ഗെയിമിൻ്റെ അകത്ത് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും കിട്ടുന്നതായിരിക്കും. അപ്പം എല്ലാവരും മാക്സിമം പെട്ടെന്ന് എടുക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കേണ്ടതാണ്. എന്നാലേ ഈ ഒരു സാധനം കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. വേറൊന്നും കൊണ്ടല്ല, കാരണം കുറേ പേര് ഇത് എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ ലെജൻഡ് ഒരു ക്യാരക്ടർ കാര്യങ്ങളാണ് ബെൻറ്റനും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് എടുക്കാൻ ശ്രമിക്കേണ്ടതാണ്. അതുപോലെ നമ്മുടെ ഗെയിമിലേക്ക് പുതിയ ജീപ്പും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട് പറഞ്ഞാൽ ആർമി ജീപ്പ് കാര്യങ്ങൾ. അപ്പോൾ ഇതെങ്ങനെ എടുക്കുന്നത് ഞാൻ പറഞ്ഞിരുന്നതാണ്. അതിന് മുമ്പായിട്ട് ഈ വന്ന അപ്ഡേറ്റിനകത്ത് നമുക്ക് കുറച്ച് ഐറ്റംസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഏതൊക്കെയാണ് നമുക്ക് നോക്കുന്നതാണ്. ആദ്യം തന്നെ ബുഗാട്ടി കാർ കാര്യങ്ങളായിരുന്നു നമ്മുടെ ഗെയിമിൻ്റെ അകത്തോട് വന്നിരുന്നത്. അപ്പോൾ ബുഗാട്ടിയുടെ ചിപ്പ് കോഡ് എന്ന് പറയുമ്പോൾ 8012 എന്നടിച്ചാൽ നമുക്ക് ബുഗാട്ടി കാറും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ബുഗാട്ടിയിൽ കളറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ കളറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ നോക്കിയിട്ട് കമൻസും കാര്യമാണ് ചെയ്യേണ്ടതാണ്. അതുപോലെ എത്ര പേർക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ അടുത്ത നമ്മുടെ ആണെങ്കിൽ കാളവണ്ടിയും കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. 8011 എന്ന് കോൾ ചെയ്യുമ്പോൾ നമുക്ക് കാളവണ്ടിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് നമ്മുടെ കാളവണ്ടിയും കാര്യങ്ങളൊക്കെ നമ്മളോട് സ്പൂണും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഏതാണ് ബുഗാട്ടിയാണ് ഇഷ്ടപ്പെട്ടത് അത് കാളവണ്ടിയാണ് ഇഷ്ടപ്പെട്ടത് ജസ്റ്റ് കമൻറ്റ് ചെയ്യുന്നതാണ്. അത് കൂടാതെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് വേറൊരു ഐറ്റം കൂടെ വന്നിരിക്കുന്നത് ബുള്ളാണ്, നമ്മുടെ കാളയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കാളയെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ആർജി സ്റ്റൂൾ എടുക്കേണ്ടതാണ്. ആർജി സ്റ്റൂളിനകത്ത് നമ്മൾ കാള എന്നൊരു ബുള്ള് എന്ന് ടൈപ്പ് ചെയ്താൽ നമ്മുടെ കാളയും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അതിൻ്റെ റൈഡിങ് ഓപ്ഷൻ വരെ നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ അപ്ഡേറ്റിനകത്ത് വന്നിരിക്കുന്ന ഇത്ര കുറേ ഐറ്റംസ് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഐറ്റംസ് കാര്യങ്ങൾ ഏതാണ് നിങ്ങളൊന്ന് കമൻസ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അത് കൂടെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് ഒരു BA1 എന്ന് കോൾ ചെയ്തൊരു പ്രോപ്സും കാര്യങ്ങൾ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ബാനറിനകത്ത് ഫോട്ടോ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്ന ഓപ്ഷൻ കാര്യം. അതിന് BA1, BA2, BA3, BA4, BA5, BA6, BA7, BA8, BA9, BA10 അങ്ങനെ 10 പ്രോപ്സും കാര്യങ്ങൾ നമ്മുടെ ഗെയിമിൻ്റെ തൊട്ട് വന്നിട്ടുണ്ട്. 10 പ്രോപ്സിനകത്ത് നമുക്ക് വെറൈറ്റി ആയിട്ട് ഇമേജസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നതാണ്. അപ്പം ഈ വെറൈറ്റി ആയിട്ട് ഇമേജസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്ന രീതിയൊക്കെ എങ്ങനെയാണെന്ന് കുറേ പേർക്ക് അറിയത്തില്ലായിരിക്കും. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് ഇതിനകത്ത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കുറേ പേർക്ക് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ആ ഡൗട്ട്സ് ഞാൻ എന്തായാലും ഈ വീഡിയോ ക്ലിയർ ആക്കി തരുന്നതായിരിക്കും. ഞാനിവിടെ ഓരോന്നായിട്ട് എടുത്തിട്ട് കാണിക്കുന്നുണ്ട്. BA2ൻ്റെ വെനത്തിൻ്റെ സ്റ്റിക്കർ കാര്യങ്ങൾ ആഡ് ചെയ്ത് BA1ൻ്റെ നമ്മുടെ ഒരു ബെൻറ്റൻ്റെ ഹൗസിൻ്റെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് അതുപോലെ തന്നെ ഇതിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് BAN1
എന്നടിക്കേണ്ടതാണ്. സ്പേസ് ഇല്ലാതെ ബാൻ 1 എന്ന് നമ്മൾ അടിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഗാലറി ഓപ്ഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഗാലറി ഓപ്ഷൻ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമുള്ള ഏതെങ്കിലുമൊക്കെ ഒരു ഇമേജസ് കാര്യങ്ങൾ, ഞാൻ കുറേ ഇമേജസ് കാര്യങ്ങൾ നമ്മുടെ വാട്സപ്പ് ചാനൽ ഇട്ടിട്ടുണ്ട്. ആ ഇമേജസ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഇമേജസ് കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ പോലെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കുറേ ഇമേജസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ BAN2 അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത കിട്ടുന്നതായിരിക്കും. അങ്ങനെ BAN 10 വരെ നമുക്ക് അടിക്കാൻ പറ്റുന്നതാണ്. 1 തൊട്ട് 10 വരെ ബാൻ 1, ബാൻ 2, ബാൻ 3, ബാൻ 4, ബാൻ 5, ബാൻ 6, ബാൻ 7, ബാൻ 8, ബാൻ 9, ബാൻ 10 വരെ അടിച്ചതിന് ശേഷം ഓരോരുത്തരും അത് ഇമേജസ് ആഡ് ചെയ്യണം. ഇമേജസ് ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. വേറെ ഒന്നുകൊണ്ടല്ല, നമ്മൾ ഇമേജസ് ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഗെയിം കാര്യങ്ങളൊക്കെ റീസ്റ്റാർട്ട് ആയില്ലെങ്കിൽ നമുക്കിപ്പം ഓൾറെഡി കിടക്കുന്ന ഇമേജും കാര്യങ്ങളൊക്കെ കാണിക്കത്തുള്ളൂ, പുതിയ ഇമേജ് കാണിക്കത്തില്ല. പുതിയ ഇമേജ് കാണിക്കണമെങ്കിൽ നമുക്ക് ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം. ഗെയിം റീസ്റ്റാർട്ട് ചെയ്ത് വന്നിട്ട് നിങ്ങൾക്ക് BA1 എന്നടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ ഇമേജും കാര്യങ്ങളൊക്കെ ആഡ് ആകുന്നതായിരിക്കും. ഞാനിപ്പോൾ പുതിയ ഇമേജ് കാര്യങ്ങൾ ആഡ് ചെയ്യുന്നത് നേരത്തെ ബെൻഡ് ആൻഡ് ഹൗസും കാര്യങ്ങളായിരുന്നു BA1ൻ്റെ തന്നെ. അത് മാറിയിട്ടിപ്പം വേറെ കളറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇതിനകത്തും BA2-നകത്ത് വേറെ ഇതായിട്ടുണ്ട്. അതുപോലെ തന്നെ BA3, BA4, BA5, BA6 അങ്ങനെ ഓരോന്നായിട്ടും ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഓരോന്നിനകത്ത് ഞാനിവിടെ സ്റ്റിക്കേഴ്സ് അല്ല ഓരോ ഇമേജസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതുപോലെ തന്നെ നിങ്ങൾക്കും കൊടുക്കാൻ പറ്റുന്നതാണ് ഓരോത്തിനകത്തും. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നുണ്ട്. നാളെ BAN ബാൻ 1 എന്ന സ്പേസ് ഇല്ലാതെ അടിക്കുമ്പോൾ നമ്മുടെ ഗാലറിയിലോട്ട് പോകും. ഗാലറിയിൽ പോയതിനു ശേഷം അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇമേജും കാര്യങ്ങൾ അല്ലെങ്കിൽ ഗൂഗിളിൽ നിങ്ങൾക്ക് ഒരു ഇമേജും കാര്യങ്ങളൊക്കെ എടുക്കാവുന്നതാണ്. എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവന്ന് അപ്ലോഡ് ചെയ്ത് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് BA1 എന്നടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഇമേജസും കാര്യങ്ങളും ഇതുപോലെ ഒരു പ്രോപ്സി വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ആ ഒരു ഇമേജ് നിങ്ങൾക്ക് മാറ്റണം. ഇപ്പോൾ BA1ൻ്റെ അകത്ത് കിടക്കുന്ന ഇമേജ് മാറ്റി BA1ൻ്റെ അകത്ത് വേറൊരു ഇമേജ് കൊണ്ടുവരണമെങ്കിൽ അവിടെ BA1 ബാൻ 1 അടിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഒരു ഇമേജ് സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്ത് ഗെയിം റീഫ്രഷ് ചെയ്ത് തിരിച്ച് വന്നിട്ട് BA1 എന്ന് അടിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഇമേജും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആവുന്നതായിരിക്കും. അപ്പം ഇങ്ങനത്തെ മെത്തേഡ് കാര്യങ്ങളാണ് നമ്മുടെ 10 പ്രോപ്സും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്, ഇമേജ് പ്രോപ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഇമേജ് പ്രോപ്സും കാര്യങ്ങളൊക്കെ എങ്ങനെ എടുക്കേണ്ട രീതി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് ഇനി ആർമി ജീപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്, എങ്ങനെയാണ് കിട്ടുന്നത് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ കറൻ്റ്ലി നമുക്ക് കുറേ നാൾക്ക് മുമ്പ് നമ്മൾ ആർമി ജീപ്പിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്ഡേറ്റ്സിൽ വരുന്നുണ്ടെന്നൊക്കെ. എന്നാൽ പക്ഷേ ഇതിൻ്റെ വർക്കും കാര്യങ്ങളും ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആവാത്തതുകൊണ്ടാണ് നമ്മുടെ ഗെയിമിലേക്ക് ആർമി ജീപ്പും കാര്യങ്ങളും വരാതെ ഇരിക്കുന്നത്, ഇത്രയും ഡിലേ ആകുന്നത്. എന്നാൽ പക്ഷേ നമ്മൾ ഡെവലപ്പറിനോട് കുറേ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചാണ്. അപ്പോൾ ഡെവലപ്പറിനോട് നമ്മൾ ഈ ആർമി ജീപ്പിൻ്റെ കാര്യം കൂടെ സംസാരിച്ചാണ്. ഡെവലപ്പർ അപ്പം അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള അപ്ഡേറ്റും കാര്യങ്ങളും പ്രോപ്പറായിട്ടുള്ള അപ്ഡേറ്റുകൾ ഇനി വരുമോ ഇല്ലേ എന്നുള്ളതിൻ്റെ പ്രോപ്പറായിട്ടുള്ള അപ്ഡേറ്റുകൾ നമുക്ക് നാളെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ നാളെ അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ മാക്സിമം ഇതിന് വേണ്ടിയിട്ട് കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. നമ്മുടെ ആർമി ജീപ്പ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഗെയിമിലേക്ക് വേണമെന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ കമൻറ്റ് ചെയ്യാനാണ്. ഇപ്പോൾ കറൻറ്റ്ലി നിങ്ങൾക്ക് ആർമി ജീപ്പും കാര്യങ്ങൾ എടുക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ, ആർമി ജീപ്പ് ഒന്ന് ഓടിക്കണം എന്ന ആഗ്രഹം ഉള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ചെറിയ ട്രിക്ക് പറഞ്ഞുതരാം. ട്രിക്ക് നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്നതാണ്. നമ്മുടെ ഇതിനകത്ത് താറ് കിടപ്പുണ്ട്, നമുക്ക് 4 തരത്തിലെ താറ് കിടപ്പുണ്ട്. 4 തരത്തിലും താറും കാര്യങ്ങളും ഇവിടെ ഞാൻ സ്പോൺ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ സ്പോൺ ചെയ്തതിന് ശേഷം നമുക്ക് കാറിനകത്ത് സ്കിൻസ് ആഡ് ചെയ്യുന്ന ഓപ്ഷൻ കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സ്കിൻസ് വെച്ചിട്ടാണ് നമ്മൾ ആർമിയുടെ ജീപ്പിൻ്റെ ഒരു ലുക്കും വൈസും കാര്യങ്ങളും കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മുടെ ഡോറിൻ്റെ സൈഡിൽ എത്തണം, താറിൻ്റെ ഡോറിൻ്റെ സൈഡിലെത്തിയതിന് ശേഷം നമ്മളിവിടെ RG ഇടണം. എന്നിട്ട് ഇവിടെ ലോഡ് CP എന്ന് ടൈപ്പ് ചെയ്യണം. ലോഡ് CP എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ നേരെ ഗാലറിയിലോട്ട് പോകും. അതിന് ശേഷം നമ്മളിവിടെ ഒരു ആർമി ജീപ്പിൻ്റെ ഒരു ഫോട്ടോ കാര്യങ്ങൾ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിവിടെ നേരത്തെ CP എന്ന് ടൈപ്പ് ചെയ്യണം. ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി CP എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ആർമി ജീപ്പിയുടെ സ്റ്റിക്കർ വരും. അപ്പോൾ കളർ എന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വൈറ്റ് കൊടുത്തേക്കാം. വൈറ്റ് കൊടുക്കുമ്പോൾ കറക്റ്റ് ആർമി ജീപ്പിയുടെ ഒരു ലുക്കും കാര്യങ്ങളും നമുക്കിവിടെ വന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് താറിൻ്റെ വേറൊരു താറിനകത്തും കൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിന് ഞാൻ CP എന്ന് കൂടെ കൊടുത്ത് നോക്കാം. ഓൾറെഡി ഞാൻ അതിൻ്റെ സ്കിൻസ് ആഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് CP എന്ന് കൊടുത്താൽ മാത്രം മതി. അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ വേറെ സ്കിൻസ് കൊടുക്കണമെങ്കിൽ ലോഡ് CP എന്ന് കൊടുത്തിട്ട് ഏത് വണ്ടിക്കാണ് കൊടുക്കുന്നത് ആ വണ്ടിയുടെ ഡോറിൻ്റെ സൈഡ്, നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഡോർ സൈഡ് വന്നതിന് ശേഷമാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അവിടെ വന്നതിന് ശേഷം ലോഡ് CP എന്ന് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഇമേജ് കാര്യങ്ങൾ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ പിന്നെയും CP എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ഇമേജ് ആയിരിക്കും സെക്കൻഡ് ഇമേജ് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഇമേജ് മാറി സെക്കൻഡ് ഇമേജ് കയറി വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ കുറേ പേര് എന്നോട് കമൻസ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് വരുന്നില്ല, വർക്കാവുന്നില്ലെന്ന്. വർക്കാവണമെങ്കിൽ നിങ്ങൾ മറ്റേ ഡ്രൈവിംഗ് സീറ്റിൻ്റെ ഡോർ സൈഡ് ആ സൈഡിൽ വരേണ്ടതാണ്. ആ സൈഡ് വന്നാലേ നിങ്ങൾക്ക് ഈ ഒരു സാധനം വർക്കാവത്തുള്ളൂ, ഈ സാധനം കാണിക്കത്തുള്ളൂ നിങ്ങൾക്ക്. അപ്പോൾ എന്തായാലും ആ ഒരു സൈഡിലോട്ട് വരേണ്ടതാണ്. ആ സൈഡ് വന്നതിന് ശേഷം നിങ്ങളുടെ വണ്ടിയുടെ കളറ് ഇപ്പോൾ റെഡ് ആവട്ടെ, ഗ്രീൻ ആവട്ടെ, ബ്ലൂ ആവട്ടെ, എന്ത് കളറായാലും നിങ്ങളൊന്ന് വൈറ്റ് ആക്കേണ്ടതാണ്.
ആ കാറൊന്ന് വൈറ്റ് ആക്കിയതിന് ശേഷം നിങ്ങൾ ഏത് സ്കിൻസാണ് ആഡ് ചെയ്യുന്നത് ആ സ്കിൻസ് ആഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അതിനൊരു ഔട്ട്പുട്ട് കിട്ടുന്നതായിരിക്കും. അപ്പം ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു പ്രോപ്പറായിട്ട് ഔട്ട്പുട്ടും കാര്യങ്ങളും എങ്ങനെ കിട്ടുന്നത്. അല്ലാതെ അവരുടെ സ്കിൻ വെച്ചെന്ന് വെച്ചാൽ വണ്ടിയുടെ ഓൺ സ്കിൻ വെച്ചിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും സ്കിൻസ് ആഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നവും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്ത് എങ്ങനെയൊക്കെ ഫിക്സ് ചെയ്യാമെന്നുള്ള രീതിയും കാണിച്ചു തന്നുള്ളതുകൊണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ, അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി ജസ്റ്റ് ചെക്ക് ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അതുപോലെ നമ്മുടെ ആർമി ജീപ്പും കാര്യങ്ങളൊക്കെ ഈ വരുന്ന അപ്ഡേറ്റിലേക്ക് എന്ന് വെച്ചാൽ ഇപ്പോൾ ഇനി കുറച്ച് ദിവസം ഇനി അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കാണുന്നതായിരിക്കും. വരുന്ന വീഡിയോസിൻ്റെ അകത്ത് കുറച്ച് അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ബെൻഡഡ് ഹൗസ് കൊണ്ടുവന്ന പോലെ തന്നെ ഓരോരോ ദിവസങ്ങളായിട്ട് നമ്മൾ ചെറിയ അപ്ഡേറ്റ് കൊണ്ടുവരുന്നുണ്ട്. ആ അപ്ഡേറ്റിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ആർമി ജീപ്പും കാര്യങ്ങളും കൊണ്ടുവരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസും കാര്യങ്ങളും ചെയ്യേണ്ടതാണ്. മസ്റ്റായിട്ടും എല്ലാവരും കൂടെ കമൻറ്റ് ചെയ്യുന്നത്, ഒരാൾ മാത്രം 10 വട്ടം കമൻറ്റ് ചെയ്യാത്തതിന് പകരമായിട്ട് 10 പേരും 10 കമൻസും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. 10 കമൻസും എന്ന് വെച്ചാൽ ജീപ്പ് വേണം, ആർമി ജീപ്പ് വേണം എന്ന് നിങ്ങൾ 10 പേര് 11 പേരൊക്കെ കമൻസും കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഡെവലപ്പറോട് സംസാരിച്ചതിന് ശേഷം നമുക്കിത് കൊണ്ടുവരാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് മസ്റ്റായിട്ട് എല്ലാവരും ഇന്ന് കമൻസും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഇതുപോലെ തന്നെ കുറച്ച് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സും കാര്യങ്ങളും അതുപോലെ തന്നെ ഇപ്പോൾ വന്ന പുതിയ ഫീച്ചേഴ്സിൽ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യേണ്ടതാണ്. കമൻറ്റ് അനുസരിച്ചിട്ട് എനിക്ക് റിപ്ലൈ കാര്യങ്ങൾ തരാൻ പറ്റിയില്ലെങ്കിൽ നെക്സ്റ്റ് വീഡിയോ ഞാൻ അതിന് പ്രോപ്പറായി റിപ്ലൈ കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും. ഇല്ലെങ്കിൽ ഞാൻ കമൻസിൽ തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും. അതുകൊണ്ട് മസ്റ്റായിട്ട് കമൻസും കാര്യങ്ങൾ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ വാട്സപ്പ് ചാനൽ കൂടെ ഫോളോ ചെയ്യേണ്ടതാണ്.